ഇതാണ് എമ്മച്ചൻ എന്നറിയപ്പെടുന്ന ജെയിംസ് ചേട്ടൻ. വെള്ളികുളത്തുള്ള പട്ടേട്ട് വീട്ടിലെ ജെയിംസ് ചേട്ടൻ മരങ്ങളിൽ, തടിയിൽ മായാജാലം സൃഷ്ടിക്കുന്ന ഒരു കലാകാരനാണ്. പ്രത്യേകിച്ച് ദേവാലയങ്ങൾക്ക് വേണ്ടിയിട്ട് രൂപങ്ങളും സ്ലീവായും എന്ന് വേണ്ട ബലിപീഠം, ബേസ്കസ, ബേമ്മ, ഇതെല്ലാം കൈകൊണ്ട് കൊത്തിയെടുക്കുന്ന ഒരു മനുഷ്യനാണ്. എത്ര വിദഗ്ധമായിട്ടാണ് ഈ ശില്പകല ചെയ്തുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ സായുജ്യം അദ്ദേഹം നേടുന്നത്. പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെയാണ് പ്രത്യേകിച്ച് ഒരു ദേവാലയത്തിലേക്കുള്ള ശില്പങ്ങൾ നിർമ്മിക്കുമ്പോൾ, ഒരു ബലിപീഠം പണിയുമ്പോൾ ഇതെല്ലാം ചെയ്യുന്നത്. അത്രയ്ക്ക് ഒരുക്കത്തോടുകൂടെ ബൈബിൾ ഓഡിയോ, ദൈവവചനം നിരന്തരമായി മൊബൈലിലിട്ട് ശ്രവിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പണി ചെയ്യുന്നത്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ മണ്ണിൽ ഇങ്ങനെ മണ്ണിനോട് അത്രയേറെ ബന്ധം പുലർത്തി മുകളിലേക്ക് ശാഖ വിരിച്ചു നിൽക്കുന്ന മരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും, തടിയും അതിൻ്റെ വേരുമെല്ലാം എത്ര സുന്ദരമായ ശില്പങ്ങളായിട്ട് മാറ്റുകയാണ്. ദൈവം ഒരാൾക്ക് കനിഞ്ഞു നൽകിയിരിക്കുന്ന വരദാനമാണ്. കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ മെത്രാന്മാരുടെയും അംശവടികൾ കൊത്തിയത് ഈ വ്യക്തിയാണ്. ഇതിനെല്ലാം തികഞ്ഞ ഒരുക്കവും ജാഗ്രതയും ഉണ്ട്. ഒരു തടിക്കഷണം, ഒരു വേരിൻ്റെ കഷണം, ഒരു മരക്കഷണം കാണുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ ദൈവ ശില്പങ്ങൾ, ദൈവ ഛായകൾ അതിൽ നിന്ന് കൊത്തിയെടുക്കാം എന്നുള്ളത് എന്നും ഇദ്ദേഹത്തിൻ്റെ ഒരു അന്വേഷണമാണ്. ദൈവാലയവും അതിനോട് ചേർന്ന എന്തും, പ്രത്യേകിച്ച് തടിയുടെ ശില്പങ്ങളും തടിയുടെ കൊത്തുപണികളും വരുമ്പോൾ ദൈവാലയത്തിൻ്റെ എല്ലാ മുഖഛായയും മാറും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ധാരാളം തടികളുള്ള നമ്മുടെ നാട് ശരിക്കും ദൈവാലയത്തിൽ ഉപയോഗിക്കേണ്ടത് തടിയാണ്. ഇന്ന് കാണുന്ന ഒരു പ്രവണത, പല ദൈവാലയങ്ങളിലും ടൈലും വിരിച്ച് മനോഹരമായിട്ട് മിനുസപ്പെടുത്തി എല്ലായിടത്തും റൂഫും ടൈലും ഭിത്തിയും എല്ലാം ആക്കി കഴിയുമ്പോൾ അവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്ന ശബ്ദം വല്ലാതെ ഷ്രില്ല് ചെയ്ത് ശബ്ദത്തിന് യാതൊരു രീതിയിലുള്ള ക്ലാരിറ്റി ഇല്ലാതെ പോകാറുണ്ട്. അതിനൊരു പ്രധാന പോംവഴിയാണ് തടികൾ ഉപയോഗിക്കുക എന്നുള്ളത്. കാരണം നമ്മൾ ഒരു ദേവാലയം പണിയുമ്പോൾ അതിൻ്റെ അക്കോസ്റ്റിക്സ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് തടിയാണ്. തടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശബ്ദത്തെ അതിൻ്റെ എല്ലാവിധ ബാലൻസും ചെയ്തുകൊണ്ട് ശബ്ദത്തെ നിയന്ത്രണ വിധേയമാക്കുകയും ഒപ്പം എല്ലാവരിലേക്കും കൃത്യതയോടും വ്യക്തതയോടും കൂടെ അതിനെ സംവേദനം ചെയ്യുകയും എത്തിക്കുകയും ചെയ്യാൻ തടിക്ക് വലിയ കഴിവുണ്ട്. അതുകൊണ്ട് മുഴക്കങ്ങളും അനാവശ്യമായ എക്കോകളുമുള്ള പള്ളികളിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്രത്യേകിച്ച് തടിയുടെ പാനലിങ്ങോ തടിയുടെ പാഡുകളോ ഇങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാനാവും എന്ന് ഓർമ്മിക്കുക. നമ്മൾ വാരിക്കളയുന്ന, മാറ്റിയിടുന്ന തടികളിൽ നിന്ന് എന്തെല്ലാം നല്ല ശില്പങ്ങളും നല്ല കൊത്തുപണികളും മനസ്സിനും ഹൃദയത്തിനും ഒപ്പം ആരോഗ്യപ്രദമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും നമുക്ക് എന്തെല്ലാം സാധ്യതകളാണ് ദൈവം നമ്മുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും കൊത്തുപണികൾ, പ്രത്യേകിച്ച് ദേവാലയ സംബന്ധമോ വീട് സംബന്ധമോ ആയ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ചേട്ടനെ വിളിക്കാൻ മറക്കരുത്. അത്രയ്ക്ക് നല്ല വിദഗ്ധനായ ഒരു ശില്പിയാണ്. നമുക്ക് നമ്മുടെ നാട്ടിലെ നമ്മുടെ മരങ്ങളും നമ്മുടെ തടികളും ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ നല്ല രീതിയിൽ നമ്മുടെ ആരാധനാ സ്ഥലങ്ങളും നമ്മുടെ വാസസ്ഥലങ്ങളും നമുക്ക് ജീവൻ ഉള്ളതാക്കി മാറ്റാം. നന്ദി.